ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള വനിതാ സെലിബ്രിറ്റി സെലീന ഗോമസ്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള വനിതാ സെലിബ്രിറ്റി സെലീന ഗോമസ്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയ. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയ. 2023 പ്രസിഡൻസ് കളർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നേവിയുടെ ഗണ്ണറി സ്കൂൾ INS ദ്രോണാചാര്യ. 2023 പ്രസിഡൻസ് കളർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നേവിയുടെ ഗണ്ണറി സ്കൂൾ INS ദ്രോണാചാര്യ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ക്ലബ്ബ് ATK മോഹൻ ബഗാൻ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ക്ലബ്ബ് ATK മോഹൻ ബഗാൻ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് നേടിയ ക്ലബ്ബ് മുംബൈ സിറ്റി FC. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് നേടിയ ക്ലബ്ബ് മുംബൈ സിറ്റി FC. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ടോപ്പ് സ്കോറർ ആയ താരം ഡിയേഗോ മൗറീഷ്യോ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ടോപ്പ് സ്കോറർ ആയ താരം ഡിയേഗോ മൗറീഷ്യോ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയ താരം വിശാൽ കെയ്ത്ത്. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയ താരം വിശാൽ കെയ്ത്ത്. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ താരം ശിവശക്തി നാരായണൻ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ താരം ശിവശക്തി നാരായണൻ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഹീറോ ഓഫ് ദി ലീഗ് ആയ താരം ലാലിയൻ സുവാല ചാങ്ഡെ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഹീറോ ഓഫ് ദി ലീഗ് ആയ താരം ലാലിയൻ സുവാല ചാങ്ഡെ. ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരം അന്വേഷിക്കാമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി. ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരം അന്വേഷിക്കാമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി. ഗിർ ദേശീയ ഉദ്യാനത്തിൽ നിന്നുള്ള സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന വന്യജീവി സങ്കേതം ബർദ വന്യജീവി സങ്കേതം. ഗിർ ദേശീയ ഉദ്യാനത്തിൽ നിന്നുള്ള സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന വന്യജീവി സങ്കേതം ബർദ വന്യജീവി സങ്കേതം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി നീതിപാതയിലെ ധീരവനിത. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി നീതിപാതയിലെ ധീരവനിത. 2022 സരസ്വതി സമ്മാന ജേതാവ് ശിവശങ്കരി. 2022 സരസ്വതി സമ്മാന ജേതാവ് ശിവശങ്കരി. സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവ്. സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവ്. ബിപിൻ ദ മാൻ ബിഹൈൻഡ് ദ യൂണിഫോം എന്ന പുസ്തകം രചിച്ചതാര്? രചന ബിശ്വന്ത് റാവത്ത്. ബിപിൻ ദ മാൻ ബിഹൈൻഡ് ദ യൂണിഫോം എന്ന പുസ്തകം രചിച്ചത് ആര്? രചന ബിശ്വത് റാവത്ത്. കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനാ ദൗത്യം ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനാ ദൗത്യം ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡിന് അർഹനായ സാഹിത്യകാരൻ ബെന്യാമിൻ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡിന് അർഹനായ സാഹിത്യകാരൻ ബെന്യാമിൻ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്